ആഗോള ഭീകരതയുടെ ഈറ്റില്ലമായിട്ടുള്ള പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ, അതായത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനിൽ വമ്പൻ ആക്രമണങ്ങളാണ് ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലും അടക്കം നടക്കുന്നത്. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നുവെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാൻ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ചപ്പോൾ UN-ൽ, അതായത് ഇസ്ലാമോ ഫോബിക്കിനെതിരെയുള്ള ഒരു ദിനം ആചരിക്കുന്ന ദിവസം തന്നെ UN-ൽ ഇന്ത്യയുടെ പ്രതിനിധി ശക്തമായിട്ടുള്ള മറുപടി പാകിസ്ഥാന് കൊടുത്തതാണ്. കശ്മീർ വിഷയം പോലും പാകിസ്ഥാൻ അന്ന് അവിടെ ഉന്നയിക്കാൻ പറ്റിയില്ല. എന്തായാലും വീണ്ടും പാകിസ്ഥാൻ ഇതേ നടപടി തുടരുകയാണ്. ഇത്തവണ ഇന്ത്യ ബലൂചിസ്ഥാനിൽ അശാന്തി വളർത്തുന്നുവെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഈ പരിഹാസ്യമായ അവകാശവാദം വരുന്നത് ദീർഘകാലമായി മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് നിന്നാണ് എന്നുള്ളത് നമ്മൾ പ്രധാനമായും ആലോചിക്കണം. അത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനുള്ളിൽ തീവ്രവാദം വളർത്തുന്നത് പാകിസ്ഥാനാണ്. എന്നിട്ട് പാകിസ്ഥാൻ പറയുകയാണ് ബലൂചിസ്ഥാനിൽ ഇന്ത്യ അശാന്തി വളർത്തുകയാണ് എന്നുള്ളത്. പാകിസ്ഥാനിൽ നിന്നാണ് മറ്റു രാജ്യങ്ങളിലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്കായാലും ഇന്ത്യയിലേക്കായാലും നിരന്തരം ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നതും അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന് ആക്രമണം നടത്തുന്നതും. ഇപ്പോൾ ബലൂച്ച് ശബ്ദങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുന്നതിനും പ്രവിശ്യയിൽ വ്യാപക മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും പരിഹാരം കാണുന്നതിന് പകരം പാകിസ്ഥാൻ ഇന്ത്യയുടെ മേൽ കുറ്റം ചുമത്താൻ തീവ്രമായി ശ്രമിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ബലൂചിസ്ഥാനിൽ അവിടെയുള്ള വംശജരെ, അവിടെയുള്ള ആൾക്കാരെ അടിച്ചമർത്തുന്നത് പാകിസ്ഥാൻ. സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് വലിയ ചെറുത്തുനിൽപ്പ് ഉയർന്നു വരുന്നു. അവർ BLA എന്ന് പറയുന്ന ഒരു ആർമി രൂപീകരിച്ചു. അതിനുശേഷം പാകിസ്ഥാനെ ഇപ്പോൾ നിലം തൊടാതെ ഓടിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയാണ് ഇവർക്ക് പിന്നിൽ എന്നുള്ളതാണ്. ഇന്ത്യ അതിന് ചുട്ട മറുപടി UN-ൽ കൊടുക്കുകയും ചെയ്തു. എന്നാലും പാകിസ്ഥാന്റെ പതിറ്റാണ്ടുകളായി തുടരുന്ന അടിച്ചമർത്തലിന്റെയും നിർബന്ധിത തിരോധാനങ്ങളുടെയും സൈനിക അതിക്രമങ്ങളിലൂടെയും നേരിട്ട അനന്തരഫലമാണ് ബലൂച്ച് പ്രക്ഷോഭം എന്നതാണ് യാഥാർത്ഥ്യം. എത്ര പ്രചാരണം നടത്തിയാലും സത്യം മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്തായാലും ബലൂചിസ്ഥാനിലെ പ്രതിസന്ധിയുടെ മൂല കാരണം പാകിസ്ഥാന്റെ സ്വന്തം പരാജയങ്ങളാണ് എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്നിരുന്നാലും പ്രതിവാര പത്രസമ്മേളനത്തിൽ പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഫഖ്ത് അലി ഖാൻ ദക്ഷിണേന്ത്യയിലുടനീളം ഭീകരത വളർത്തുന്നതിൽ ഇന്ത്യ പങ്കാളിയാണ് എന്ന് ആരോപിച്ചു. എത്രത്തോളം പരിഹാസ്യമായ ഒരു കാര്യമാണ് ഇതെന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ഇടപെടൽ ഇതിൽ വ്യക്തമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അവർ പാകിസ്ഥാനിലെ ഭീകരവാദത്തിൽ പങ്കാളികളാണ്. രണ്ടാമതായി, പാകിസ്ഥാൻ മാത്രമല്ല മുഴുവൻ മേഖലകളിലെയും എല്ലാ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളെയും അസ്ഥിരപ്പെടുത്താനായി ഇന്ത്യ ശ്രമിക്കുന്നു എന്നും പാകിസ്ഥാൻ പറയുന്നു. പാകിസ്ഥാനിൽ ഭീകരത വളർത്തുന്നതിലും ബലൂചിസ്ഥാനെ അസ്ഥിരപ്പെടുത്തുന്നതിലും ഇന്ത്യയുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ് എന്നാണ് ഖാൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. രാജ്യത്ത് കടുത്ത ആഭ്യന്തര അസ്ഥിരതയും ബലൂചിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥതയും വഷളായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്ന ഒരു സമയത്ത് തെളിവുകളില്ലാതെയാണ് പാകിസ്ഥാന്റെ ആരോപണങ്ങൾ വരുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പാകിസ്ഥാൻ ചക്രശ്വാസം വലിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.